Hi friends, welcome to Greeshmaa's kitchen. ഇന്ന് നമുക്ക് വടുകപ്പുളി നാരങ്ങ കൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമുളക്. വെള്ളമുളക് ഇല്ലെങ്കിൽ കാന്താരി മുളക് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം ട്ടോ. ഞാനിവിടെ ഒരു 20-25 മുളക് എടുത്തിട്ടുണ്ട് ട്ടോ. നാരങ്ങ തൊലിയൊക്കെ ചെത്തി രണ്ടായിട്ട് മുറിച്ചെടുക്കുക. അതിനെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നടുഭാഗത്തുള്ള വെള്ളഭാഗം മുറിച്ച് മാറ്റുക. അതുപോലെ തന്നെ കുരുവും എടുത്ത് കളയുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. വെള്ളമുളക് രണ്ടാക്കി മുറിച്ച് വെച്ചത് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ്, എരിവ്, പുളിയൊക്കെ നോക്കുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കഴുകി വൃത്തിയാക്കി തുടച്ച പാത്രത്തിലേക്ക് മാറ്റി കേടുകൂടാതെ സൂക്ഷിക്കാം. 5-6 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.